ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. സമയം ഒരുപാടായി. വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും ഇത്രയും നിറഞ്ഞ ഒരു സദസ്സിനെ സാക്ഷിയാക്കി യാത്ര പറയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വിദ്യാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ ഇന്നത്തെ സന്ധ്യാവേളയിൽ ഇവിടെ എത്തിയ ആയിരക്കണക്കിനുള്ള നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി വ്യത്യസ്ത ചിന്താഗതികളുള്ള, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന, സാമ്പത്തിക ശേഷിയുള്ളവരും ഇല്ലാത്തവരുമായ ഈ നാടിന്റെ മക്കളെ, പണ്ട് ഗുരു നിത്യ ചൈതന്യതി പറഞ്ഞതുപോലെ ഒരു അധ്യാപകന്റെ ദൗത്യം തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ തൻ്റെ കുട്ടികളല്ല എന്ന് തോന്നി തുടങ്ങുന്നുവോ അന്ന് ഈ പണി അവസാനിപ്പിച്ച് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ എൻ്റെ കുട്ടികളായിരുന്നു. അങ്ങനെ മാത്രമേ അവരെ കണ്ടിട്ടുമുള്ളൂ. പിന്നെ പണ്ട് ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ചില കഥകൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചിരുന്നു. പണ്ട് ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയച്ച പ്രവാചകനെ ചില പരീക്ഷണത്തിന്റെ ഭാഗമായി തീയിലിട്ട് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് ഒരു തവള ഓടിപ്പോയി ജലാശയത്തിൽ നിന്നും ജലം ശേഖരിച്ച് ആ തീക്കുണ്ടത്തിലേക്ക് ഇങ്ങനെ വായ കൊണ്ട് തുപ്പുന്നതാണ് മറ്റു മൃഗങ്ങൾ കാണുന്നത്. മറ്റു ജീവികൾ തവളയെ കളിയാക്കി, നീ എന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ ചെറിയ വായ കൊണ്ട് എന്താണ് നിനക്ക് ചെയ്യാൻ സാധിക്കുക എന്ന്. അപ്പൊ തവള പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ അധ്യാപകർക്ക് നിങ്ങളോട് പറയാനുള്ളത്. തവള ആ സമയത്ത് മറ്റു ജീവികളോട് പറഞ്ഞത്, എന്നെ ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്നോട് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവം എന്നോട് ചോദിക്കും, നിന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് നീ എന്താണ് അവിടെ ചെയ്തത്? നിനക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ, എന്നിട്ട് നീ എന്തുകൊണ്ടത് ചെയ്തില്ല? അത് തന്നെയാണ് ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ പരമാവധി 1 വർഷക്കാലം ഇവിടെ നിന്ന് മറ്റേതെങ്കിലും വിദ്യാലയത്തിലേക്ക്, കുറച്ചും കൂടെ ചെറിയ വിദ്യാലയത്തിലേക്ക് അവസാന കാലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പടി കയറി വന്നത്. കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ കേട്ടത് വിദ്യാലയത്തിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാർ വളരെ കുറവാണ്, കൂടുതൽ ലേഡി സ്റ്റാഫാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ 4 മണി കഴിഞ്ഞാൽ അവരെ ഈ വിദ്യാലയത്തിന് കിട്ടില്ല. നമുക്ക് ജോലി കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും ഇവിടുന്ന് വേഗം പോകണം എന്ന് വിചാരിച്ചാണ് സത്യത്തിൽ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഞാൻ വരുന്നത് ഒരു ഡിസംബറിലാണ്, 2021 ഡിസംബറിലാണ് ഞാൻ ഇവിടെ വരുന്നത്. കോവിഡ് കഴിഞ്ഞ് കുട്ടികൾ കുറേശ്ശെ സ്കൂളിലേക്ക് വന്നു തുടങ്ങുന്ന സമയം വളരെ പെട്ടെന്ന് കുട്ടികളുമായും ഈ നാട്ടിലെ ജനങ്ങളുമായും എനിക്ക് പൊരുത്തപ്പെടേണ്ടി വന്നു. പിന്നെ പണ്ട് നമ്മുടെ അംബാനി തൻ്റെ മക്കളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ എവിടെ എത്തിച്ചേരുന്നോ അവിടെ നിങ്ങളാവണം ഒന്നാമത് എന്നാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചിരുന്നത്. എന്നെയും എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത്, ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യണം. ഇവിടെ വന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ജനപ്രതിനിധി നമ്മുടെ ബ്ലോക്ക് മെമ്പർ അബ്ദുറഹ്മാൻ സാറാണ്. അദ്ദേഹവുമായി പരിചയപ്പെട്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തോട് നമ്മുടെ കിഫ്ബി കെട്ടിടത്തിൽ ബാത്റൂം ഇല്ലാത്ത പ്രശ്നം അവതരിപ്പിച്ചു. ഉടനെ തന്നെ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നമ്മുടെ കിഫ്ബി കെട്ടിടത്തിനോട് ചേർന്ന് ഒരു ബാത്റൂം അനുവദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഇബ്രാഹിം മാസ്റ്റർ എന്തെങ്കിലും അരുതാത്തത് കണ്ടാൽ തൻ്റെ വീട്ടിലുള്ളവരെ ഉപദേശിക്കുന്നത് പോലെ എന്നെ ഉപദേശിക്കുന്ന അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനായിട്ടും
ഒരു ജനപ്രതിനിധിയായിട്ടും പല സമയത്തും എന്നോട് ഇടപെട്ടിട്ടുള്ള ഇബ്രാഹിം മാസ്റ്റർ, അതുപോലെ എൻ്റെ ഇളയ സഹോദരനെ പോലെ എന്നോട് പെരുമാറുന്ന സൈഫുദ്ദീൻ, ഇങ്ങനെ അതുപോലെ ദിവ്യ രതീഷ്, കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ഉസ്മാൻ സാർ, ഇങ്ങനെ ഒരുപാട് ജനപ്രതിനിധികൾ ഈ സ്ഥാപനത്തിൽ നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് എന്നെ പരമാവധി സഹായിച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം കാവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രമായി നിലകൊള്ളുന്ന ഏക ഗവൺമെന്റ് UP സ്കൂൾ ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് ഫണ്ടും ഏത് സമയത്തും അനുവദിച്ചു തരാൻ അവർ തയ്യാറായിരുന്നു. ഇപ്പോൾ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ബാത്റൂമിന്റെ മുകളിൽ കിഫ്ബി കെട്ടിടത്തിന്റെ 2 നിലയിൽ നിന്നും പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ 2 നില ബാത്റൂം അവര് നമുക്ക് വേണ്ടി പാസ്സാക്കി തന്നിട്ടുണ്ട്. ദൈവം സഹായിച്ചാൽ എൻ്റെ റിട്ടയർമെന്റ് മെയ് 31-നാണ്. സത്യത്തിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അതും കൂടി സാക്ഷാത്കരിച്ചിട്ട് പോകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്, കാരണം നിങ്ങൾ ഇത് കേൾക്കാനല്ല നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരൊറ്റ കാര്യം കൂടെ പറയാം. കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം നേരത്തെ മനാഫ് സാറ് പറഞ്ഞതുപോലെ പത്രത്തിൽ കേട്ട ഒരു വാർത്ത കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. തൃപ്പൂണിത്തറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, പേര് മിഹർ, എൻ്റെ ബന്ധുവാണത്. അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി. വെറും 15 ദിവസം മുമ്പാണ് അവൻ ഉംറ കഴിഞ്ഞു വന്നത്. അവൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ 9ാം ക്ലാസ്സിൽ 15 വയസ്സായിട്ടേ ഉള്ളൂ. അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവനോട് ചെയ്തത്, അവൻ എൻ്റെ നിറമാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കറുപ്പ് നിറമാണ്. നമ്മൾ മഹാത്മാഗാന്ധിജിയുടെയും നെൽസൺ മണ്ടേലയുടെയും ഒക്കെ കാലത്താണ് കറുപ്പും വെളുപ്പുമുള്ള വ്യത്യാസം പഠിച്ചിരുന്നത്. പക്ഷെ ഇന്നും അത് നിലനിൽക്കുന്നു എന്ന് നിങ്ങളോട് പറയേണ്ടതില്ല. മലപ്പുറം ജില്ലയിലെ ഒരു വിവാഹം കഴിഞ്ഞ നവവധു തന്റെ നിറം കറുപ്പായതുകൊണ്ട് ഭർത്താവ് കളിയാക്കിയതിന് ആത്മഹത്യ ചെയ്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതേപോലെ കറുപ്പ് നിറമായതുകൊണ്ട് കളിയാക്കിയ അവനെ, അവന്റെ കൂടെ പഠിക്കുന്ന അവന്റെ സഹപാഠികൾ എന്ന പേര് അതിന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അവര് കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി യൂറോപ്യൻ ക്ലോസറ്റിന്റെ അടപ്പ് അടച്ചിട്ടിട്ട് അവനോട് നാവ് കൊണ്ട് ക്ലോസറ്റിൽ നക്കാൻ ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് ഈ അടപ്പ് തുറന്നു പിടിച്ച് അവന്റെ തല അമർത്തി പിടിച്ചിട്ട് ഫ്ലഷ് ടാങ്ക് അമർത്തുന്നു. എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അത് സഹിക്കാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവൻ താമസിക്കുന്നത് എറണാകുളത്ത്, അവന്റെ ഉമ്മയും ഉപ്പയും എറണാകുളത്ത് ജോലി ചെയ്യുകയാണ്. അവര് താമസിക്കുന്നത് 42 നിലയുള്ള ഒരു ഫ്ലാറ്റിലെ 20ാമത്തെ നിലയിലുള്ള ഒരു ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റ് ഉടമസ്ഥൻ ഒരു നിലക്കും ചെറിയ കുട്ടികൾ പുറത്തേക്ക് വീണു പോവാതിരിക്കാൻ ഇരുമ്പിന്റെ ഗ്രില്ല് കൊണ്ട് ചുറ്റുഭാഗവും മറച്ചിരുന്നു. അവൻ അവന്റെ മനോവിഷമം താങ്ങാൻ സാധിക്കാതെ ഈ ഗ്രില്ലിന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു ആ കുട്ടി. എങ്ങനെ സഹിക്കും ഇത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്? അവിടെയാണ് നേരത്തെ നമ്മുടെ മനാഫ് സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പണ്ട് നമ്മൾ ഈ ഉപദേശ കഥകളൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരാമ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു മണലാരണ്യത്തിലൂടെ ആമ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞു പോകുന്നു. ഇത് ഒരു കുറുക്കൻ കാണാനിടയാകുന്നു. കുറുക്കൻ ആമയോട് പറയുന്നു, നിന്നെ എനിക്ക് ഭക്ഷിക്കണം, ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, നിനക്ക് ഇനി അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ആമ ആവശ്യപ്പെടുന്നു, എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം. എന്നിട്ട് ആമ ഈ മണലിൽ ഇങ്ങനെ കുത്തി മറിഞ്ഞ് ചാടി കളിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഈ കുറുക്കന് ഭയങ്കര അത്ഭുതം തോന്നി. ഒരാള് മരിക്കാൻ പോവുകയാണെന്ന് തോന്നുമ്പോ ഇങ്ങനെ ചാടി കളിക്കൂലല്ലോ, കരയല്ലേ ചെയ്യാം. അപ്പൊ ഈ കുറുക്കൻ ആമയോട് ചോദിക്കുന്നു, നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ ആമ പറഞ്ഞത്, എന്റെ മരണം കൊണ്ട് ആമ എന്ന് പറയുന്ന വംശം നശിക്കാൻ പോകുന്നില്ല. എനിക്ക് ശേഷം ഇനിയും കുറെ ആമകൾ ഈ വഴി വരാനിരിക്കുന്നു.
അവർ വരുമ്പോൾ എൻ്റെ ഈ ഒഴിഞ്ഞ തോട് അവർ കാണും. കാരണം ഇറച്ചി ഉണ്ടാവില്ലല്ലോ, ഇതൊക്കെ കുറുക്കൻ തിന്നുപോകും. പക്ഷെ ഈ ഒഴിഞ്ഞ തോടിനോടൊപ്പം ഇവിടെ കുറേ മണൽ കൂമ്പാരങ്ങൾ ഇളകിക്കിടക്കുന്നത് അവർ കാണും. അപ്പൊ അവർ മനസ്സിലാക്കും, ഞാൻ നിന്നോട് കുറേ സമയം യുദ്ധം ചെയ്തിട്ടാണ് നിനക്ക് കീഴടങ്ങിയത്. നീ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നെ കീഴടക്കാൻ. ഞാൻ നിന്നോട് കുറേ നേരം പൊരുതി നിന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. ഒരിക്കലും ഒരാളുടെ മുമ്പിലും ഒന്നിനു മുമ്പിലും നമ്മൾ നിരുപാധികം കീഴടങ്ങി കൊടുക്കാൻ പാടില്ല. ശക്തമായി പൊരുതിയതിനു ശേഷം മാത്രമേ നമ്മൾ കീഴടങ്ങി എന്ന് പ്രഖ്യാപിക്കാവൂ. ഒരിക്കലും നിരുപാധികം കീഴടങ്ങാൻ കഴിയരുത്. അങ്ങനെ അവസാനം ഇത് കേട്ട് കുറുക്കൻ ഈ ആമയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തി തിരികെ പോയി എന്നാണ് കഥ. അപ്പൊ അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഒരിക്കലും ഒന്നിനു മുമ്പിലും നിരുപാധികം കീഴടങ്ങാൻ കഴിയരുത്. പൊരുതി ജയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കഴിയട്ടെ എന്നും വരും ഭാവിയിൽ കാവന്നൂരിൽ നിന്ന് ധാരാളം IAS-കാരനും IPS-കാരനും അതുപോലെ ഉയർന്ന ജോലിയിലുള്ള ഒരുപാട് ആളുകൾ ഈ ചെങ്ങര UP സ്കൂളിൽ നിന്ന് പഠിച്ചു പോയവരുണ്ടാവട്ടെ എന്നും ഏത് തലത്തിലെത്തിയാലും ഞങ്ങളെ പോലെയുള്ള അധ്യാപകരെ നിങ്ങൾ ഓർമ്മിക്കണമെന്നും ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹംദാന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ഞാൻ സ്മരിച്ചുകൊണ്ട് അവരുടെ നമ്മുടെ സ്കൂളിന് വളരെ ആകർഷകമായ ഗണിത ലാബ് ഒരുക്കി തന്ന ഹംദാന്റെ ഫാമിലിക്കും 1979 7ാം ക്ലാസ്സിലെ ബാച്ചിനും അതുപോലെ 1982 എളയൂർ സ്കൂളിലെ 10ാം ക്ലാസ് ബാച്ചിനും അതോടൊപ്പം നമ്മുടെ സ്കൂൾ ഹൈടെക് ആക്കുന്നതിന് വേണ്ടി നമ്മളോട് സഹകരിച്ച മുഴുവൻ നാട്ടുകാർക്കും അതുപോലെ നമ്മുടെ സപ്ലിമെന്റ് ജാലകം എന്ന പേരിലുള്ള സപ്ലിമെന്റ് അതിറക്കുന്നതിന് നമ്മളോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അതോടൊപ്പം ഈ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നാം ഇന്ന് രാവിലെ നടത്തിയ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് അതിനെ സജീവമാക്കിയ മുഴുവൻ ആളുകളോടും അതുപോലെ ഇന്നലെയുടെ പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഗോൾഡൻ ജൂബിലിയിൽ പങ്കെടുത്ത ഈ കാവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും അതുപോലെ ഈ എളിയ ബഷീർ മാഷയുടെ യാത്രയപ്പിന് സാക്ഷികളാവുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കുട്ടികളോടും എൻ്റെ പ്രിയങ്കരായ രക്ഷിതാക്കളോടും PTA, MTA, SMC തുടങ്ങി ഈ സ്ഥാപനത്തോട് സഹകരിക്കുന്ന എല്ലാവരോടും ഇതിന്റെ നിലവിലുള്ള പ്രധാനാധ്യാപകൻ എന്ന നിലക്ക് ആത്മാർത്ഥമായി അതുപോലെ ഈ ഒരു മേള ഗംഭീരമാക്കുന്നതിന് എൻ്റെ യാത്രയപ്പ് ഗംഭീരമാക്കുന്നതിന് പരമാവധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ സഹപ്രവർത്തകരോടും അതുപോലെ ഇവിടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്, പാട്ട് പഠിപ്പിക്കുന്നവരുണ്ട്, എല്ലാവരോടും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. 2 ദിവസമായി നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ ഇവിടെ ഓരോ മൂക്കും മൂലയും ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും, കമ്മിറ്റിയിലുള്ളവരും ഇല്ലാത്തവരും, അങ്ങനെ ഒരുപാട് പേർ. കണ്ടവർ കാണാത്തവരോട് പറയുന്നു, കണ്ടവർ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിനുണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.